ലഹരിക്കെതിരെ സംസ്ഥാനം യുദ്ധം നടത്തുകയാണെന്നും ലഹരി വ്യാപനം തടയാൻ ഏപ്രിൽ 17-ന് സർവകക്ഷി യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ 16-ന് വിവിധ മതമേലധ്യക്ഷന്മാരുടെ യോഗം വിളിക്കും. വരും തലമുറകളെ കൊടും വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മഹായജ്ഞത്തിന് നാടിന്റെയാകെ പിന്തുണയും പങ്കാളിത്തവും ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മയക്കുമരുന്നുൾപ്പെടെയുള്ള മാരകലഹരികൾ പൊതുസമൂഹത്തിന്റെ സമാധാനാന്തരീക്ഷത്തിനും ഭീഷണി ഉയർത്തുകയാണ്. മയക്കുമരുന്ന് ആസക്തി പലപ്പോഴും കുടുംബബന്ധങ്ങളുടെ തകർച്ചയിലേക്ക് നയിക്കുന്നു. അതിന്റെ ഭാഗമായി സാമ്പത്തിക ബുദ്ധിമുട്ട്, വൈകാരിക പ്രശ്നങ്ങൾ, കുറ്റവാസന, ആത്മഹത്യ എന്നിവ വർദ്ധിച്ചു വരുന്നു. സിന്തറ്റിക് മരുന്നുകളുടെ ഉപയോഗത്തിലെ വർധന സാഹചര്യത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു. വിപണനവും സംഭരണവും ഉപയോഗവും തടയാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമാക്കും. 2025 മാർച്ച് 31 വരെ 12,760 കേസുകളാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. 12 കോടിയുടെ മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. മാർച്ചിൽ 10,495 കേസുകളാണ് എക്സൈസ് എടുത്തത്. ലഹരിക്കെതിരായ യുദ്ധം തുടങ്ങേണ്ടത് വീടുകളിൽ നിന്നാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ആൻറ്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് കാൻസാഫ് എല്ലാ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിമാരുടെ മേൽനോട്ടത്തിൽ ജില്ലാ ആൻറ്റി നാർക്കോട്ടിക്സ് സെല്ല് ഡാൻസാഫ് ഇവയെല്ലാം നിലവിലുണ്ട്. അതിനു പുറമെ ലോക്കൽ പോലീസും ശക്തമായ പരിശോധനകളും റെയ്ഡുകളും നടത്തുന്നു. ലഹരി വസ്തുക്കളുടെ ഉൽപ്പാദനം, വിതരണം, കടത്തിക്കൊണ്ടുപോകൽ, സംഭരണം ഇവയിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ലഹരിക്കെതിരെയുള്ള യുദ്ധം ആരംഭിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ തന്നെയാണ്. രക്ഷിതാക്കൾക്ക് ലഹരിയെക്കുറിച്ചും കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും അവബോധം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇതിനായ ക്യാമ്പയിൻ നടത്തുകയാണ്. സർക്കാരിന്റെ 4-ാം വാർഷികം ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ നടക്കും. 21-ന് കാസർഗോഡ് ആരംഭിച്ച് മെയ് 30-ന് തിരുവനന്തപുരത്ത് അവസാനിക്കും. ജനങ്ങളുമായുള്ള അടുപ്പം കൂട്ടുന്നതായിരിക്കും പരിപാടികളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.